ഹലോ ഹായ് ടോണീസ് ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ചേട്ടച്ചൻ്റെ വീട്ടിൽ പോകണം. അതുകൊണ്ട് ഇപ്പം 5:30 വേണ്ടിയിട്ടാണ്. വേഗം കുളിച്ച് 6 മണിയാകുമ്പോൾ പോകണം. ബസ് കയറി പോകണം. ഒത്തിരി സമയമില്ല, വേഗം കുളിച്ചിട്ട് വരാം. അപ്പോഴും നമ്മളിതാ കുളിച്ച് കയറിയിട്ടുണ്ട്. പെട്ടെന്ന് ഇവിടെ ഒന്ന് റെഡി ആവണം. സമയമില്ല അതുകൊണ്ടാ. പെട്ടെന്ന് റെഡി ആവാം. ഓക്കെ, റെഡി ആയിട്ട് വരാം. അങ്ങനെ ഫൈനലി തന്നോട് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്ക് പോവാം. ഇതാണ് ഔട്ട്ഫിറ്റ്. നമുക്ക് പോയിട്ട് വരാം. വേഗം ഇറങ്ങാൻ സമയം ഒത്തിരി ഇല്ല, ഇത്തിരി ലേറ്റായി. കുറച്ച് ലേറ്റായി പോയി എങ്കിലും കുഴപ്പമില്ല, സമയത്ത് നമുക്ക് അവിടെ എത്താൻ പറ്റും. ചേട്ടച്ചൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. ചേട്ടച്ചൻ്റെ വീട്ടിലെത്തണം. 8:30 മുമ്പ് അവിടെ എത്തണം. അതുകൊണ്ടാണ് ഇത്രയും പുലർച്ചെ പോകുന്നത്. സൂര്യോദയം ഇതുവരെ ആയിട്ടില്ല. മഞ്ഞ്, നല്ല രീതിയിൽ മഞ്ഞുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. നല്ല മഞ്ഞുണ്ട്, തണുത്ത കാറ്റുമുണ്ട്. നേരം വെളുത്തിട്ടേ ഉള്ളൂ. നേരം വെളുത്ത് ആ ഒരു ഇരുട്ട് ചെറുതായിട്ട് മാറിയതേ ഉള്ളൂ. ചായ ഒന്നും കുടിച്ചില്ല. വീട്ടിൽ നിന്ന് ചായ ഒന്നും ഇട്ട് കുടിക്കാനുള്ള സമയം കിട്ടിയില്ല. നമ്മൾ കുളിച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം സുബഹി നിസ്കരിച്ചു. അപ്പോൾ സുബഹി നിസ്കരിക്കാനൊക്കെ സമയം വേണമല്ലോ. അപ്പോൾ സുബഹി നിസ്കരിച്ചോണം കുറച്ചധികം സമയം ലേറ്റായി. എത്ര ലേറ്റ് ആയാലും സുബഹി നിസ്കരിച്ച് പോകുന്നതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം. മാത്രമല്ല, എവിടെയെങ്കിലും പോകുമ്പം സുബഹി നിസ്കരിച്ച് പോകുമ്പോഴാണ് നമുക്ക് റാഹത്തുണ്ടാവും. അപ്പോൾ ഞാൻ എവിടെ പോകുകയാണെങ്കിലും പുലർച്ചെ എണീച്ച് സുബഹി നിസ്കാരം കറക്റ്റ് നിസ്കരിക്കും. ഇപ്പോൾ സാധാരണ ഡ്യൂട്ടിക്ക് പോകുകയാണെങ്കിൽ പോലും ഞാൻ പുലർച്ചെ എണീറ്റ് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് യോഗയൊക്കെ ചെയ്തതിന് ശേഷമാണ് എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്നത്. കാരണം എനിക്ക് കാലിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാലിന് ഡെയിലി എക്സസൈസ് കൊടുക്കണം, എങ്കിലേ ഹാർട്ടിലേക്ക് കറക്റ്റ് ബ്ലഡ് എത്തുള്ളൂ. അപ്പം നമ്മൾ കറക്റ്റ് എല്ലാ ദിവസവും ഡെയിലി അതൊരു റൊട്ടീനാക്കി തീർത്തിരിക്കുകയാണ്. അപ്പോൾ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ ശേഷം കാലിന് എക്സസൈസ് കൊടുത്ത് നന്നായിട്ട് കാല് ചൂടാക്കി ഒരു ചായക്കിട്ട് കുടിച്ചിട്ടായിരിക്കും ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇന്നും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു. കാരണം എനിക്ക് ചേട്ടച്ചൻ്റെ വീട്ടിലോട്ട് പോകണം. തിരുവല്ല എത്തണം. അത് അത്രയും രാവിലെ എത്തണം. അതുകൊണ്ടാണ് നേരത്തെ എണീറ്റത്. പിന്നെ പോകുന്ന പോക്കിലൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ശരീരം മൊത്തം തണുത്ത് വിറച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഓൾറെഡി ഇവിടെ രാവിലെ നല്ല തണുപ്പാണ്. ഊട്ടി പോയാലൊക്കെ ഉണ്ടാവും. മാത്രമല്ല, അത്രയും പുലർച്ചെ അത്രയും തണുത്ത വെള്ളത്തിൽ കുളിച്ചുകൊണ്ട് ശരീരം മൊത്തം തണുത്തിരിക്കുകയാണ്. അപ്പം ശരീരം ഒന്ന് ചൂടാവും. ചൂടോടുകൂടി ഒരു ചായ കുടിക്കുമ്പോൾ ശരീരം ഒന്ന് ചൂടാവും, നമ്മളൊന്ന് എനർജറ്റിക് ആകും. അതിന് വേണ്ടിയിട്ടാണ് രാവിലെ എത്താലും ഇത്ര സമയം കുറച്ച് വൈകിപ്പോയി. എന്തായാലും വൈകിയല്ലോ, ഇനി ഒരു ചായയും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് ഓർത്തത്. അപ്പോൾ നമ്മൾ നേരെ ആ ചായക്കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ച് നമ്മളിതാ നേരെ പോവാണ്. നമുക്ക് അവിടം വരെ ചിലപ്പം സ്റ്റാൻഡ് വരെ എത്തേണ്ട കാര്യം ഉണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ വണ്ടി കിട്ടും. റാന്നിയിൽ നിന്ന് രാവിലെ ഏറ്റവും കൂടുതലുള്ള വണ്ടി കോഴഞ്ചേരിയിലേക്കാണ്. കോഴഞ്ചേരിയിൽ നിന്ന് തിരുവല്ല പോകാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. നേരിട്ട് വണ്ടി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ നമ്മളിതാ സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ എനിക്ക് നേരിട്ട് റാന്നിയിൽ നിന്ന് നേരിട്ട് തിരുവല്ലയിലേക്കുള്ള വണ്ടി കിട്ടി. സാധാരണ രാവിലെ നമ്മൾ തിരുവല്ല പോവുകയാണെങ്കിൽ കോഴഞ്ചേരി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഫാസ്റ്റിന് തിരുവല്ലയ്ക്ക് കയറാറാണ് പതിവ്. പക്ഷേ ഇന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. തിരുവല്ല KSRTCയിലാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ അവിടത്തേക്കിനുള്ള വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. റാന്നിയിൽ നിന്ന് തിരുവല്ലയിലേക്ക് 38 രൂപയാണ് ഇപ്പം ടിക്കറ്റിൻ്റെ നിരക്ക്. ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ കോവിഡിന് ശേഷം എല്ലാ വീട്ടിലും ഒരു വണ്ടിയെങ്കിലും കാണാത്ത വീട് ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാം 38 രൂപ എന്ന്. സോ ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. പിന്നെ ദൂരെ യാത്രയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അധികം ആൾക്കാരും ബസ്സിന് പോകത്തുള്ളൂ. അല്ലാതെ വീടിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെയാണെങ്കിൽ എല്ലാവരും ബൈക്കും കൊണ്ടേ പോകത്തുള്ളൂ. ബൈക്കില്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. പിന്നെ അത്യാവശ്യം വരുമ്പോൾ ദൂരയാത്രയൊക്കെ വരുമ്പോഴാണ് ബൈക്കിലും ട്രെയിനിലൊക്കെ ആൾക്കാർ പോകുന്നത്. അത് കോവിഡിന് ശേഷമാണ് ഇങ്ങനെ ആയത്. കോവിഡിന് മുമ്പ് ഇങ്ങനെ ഇല്ലായിരുന്നു. കോവിഡിന് ശേഷം ഒരുപാട് പേര് വണ്ടി എടുത്തിട്ടുണ്ട്. സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ, നമ്മളെപ്പോലുള്ളവർ. സാധാരണ നമ്മൾ റാന്നിയിൽ നിന്ന് തിരുവല്ലയിലേക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ എഴഞ്ഞേ പോകത്തുള്ളൂ. പക്ഷേ ഈ ബസ് എന്താണെന്നറിയില്ല, വളരെ നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഒരുപാട് ആൾക്കാരൊന്നും ബസ്സിലുണ്ടായിരുന്നതുമില്ല. ഒത്തിരി പേരൊന്നും ഉണ്ടായിരുന്നില്ല. ചുരുക്കം ചില പേരേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ സീറ്റും കാലി തന്നെയായിരുന്നു. ഞങ്ങൾ പുറകിലായിട്ട് 5-6 സീറ്റിൽ ആൾക്കാരുണ്ട്. അതും ഓരോരോ ആൾ വെച്ചിട്ടൊക്കെയാണ് ഡബിൾ സീറ്റിലൊക്കെ ഇരുന്നിരിക്കുന്നത്. അപ്പം എന്താ പറയുക, ആളുകൾ വളരെ കുറവാണ് ഇപ്പം ബസ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പൊതുവേ ഞാൻ ഇതിനു മുമ്പും തിരുവല്ല ചേട്ടച്ചൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. ബസ്സിൽ ഭയങ്കര ആൾ കുറവാണ്. അത് KSRTC ആണെങ്കിലും
പ്രൈവറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ. കാരണം അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ റാന്നിയിൽ നിന്ന് തിരുവല്ല പോകുന്ന മിക്ക ആളുകളും ബൈക്ക് എടുത്തിട്ടോ അല്ലെ കാർ എടുത്തിട്ടോ പോകും. കാരണം അടുത്തുള്ള സ്ഥലം തന്നെയാണല്ലോ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. ഒന്നുമില്ലാതെ വണ്ടിയൊന്നുമില്ലാതെ സാധാരണക്കാരിൽ ദരിദ്രരായിട്ടുള്ള കുറേ മനുഷ്യർ മാത്രമേ ബസ്സിൽ പോകുന്നുള്ളൂ. അല്ലാത്ത ആൾക്കാർ പോകൽ വളരെ കുറവാണ്. കാരണം ഇവിടെ റാന്നിയിൽ പകുതിയും മുക്കാലും കോടീശ്വരന്മാരാണ്. ദരിദ്രർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അവരായിരിക്കും ഈ ബസ് യാത്ര ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബസ്സിൽ വളരെ ആൾക്കാർ കുറവെന്ന് വെച്ചാൽ വളരെ ആൾക്കാർ കുറവാണ്. കോവിഡിന് മുന്നേ ഇങ്ങനെയൊന്നല്ലായിരുന്നു. നല്ല തിരക്കായിരിക്കും. അത് എപ്പോൾ പോയാലും, ഇപ്പോൾ രാവിലെ പോയാലാണെങ്കിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ കോവിഡിന് ശേഷം ആ ഒരവസ്ഥ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. അതിന് കാരണം എല്ലാ വീട്ടിലും കോവിഡിന് ശേഷം ഓരോ ബൈക്കോ കാറോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ട്. അത് സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ പുതിയതോ ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും, അവനവന് പെട്ടെന്നൊരാവശ്യം വന്നാൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ എടുത്ത വണ്ടികളാണെങ്കിൽ പോലും അടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം പോകുമ്പം അവർ ആ സ്വന്തം വണ്ടി എടുത്ത് തന്നെയാണ് പോകുന്നത്. അല്ല ബസ്സിലാരും പോകാൻ വേണ്ടി നിൽക്കത്തില്ല. കാരണം നമ്മളിപ്പോൾ ഒരു കാറുണ്ടെങ്കിൽ ആ കാർ എടുത്തിട്ട് നമ്മളിവിടെ എവിടെയെങ്കിലും സ്ഥലം കാണാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ, ആ പത്തനംതിട്ട തന്നെ എവിടെയെങ്കിലും സ്ഥലം കാണാനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയം അനുസരിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും വണ്ടി നമ്മുടെ കയ്യിലുണ്ടല്ലോ. ബസ്സിന് പോയാൽ അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും തിരിച്ചു വരാൻ ഒക്കത്തില്ല. ബസ്സിൻ്റെ ടൈം ഏതാണോ ആ സമയത്ത് മാത്രമേ നമുക്ക് തിരിച്ചു വരാൻ ഒക്കൂ. അന്നേരം നമ്മൾ തിരിച്ചു വന്നില്ല പിന്നെ അവിടെ പെട്ടുപോകും. കാറോ ബൈക്കോ അങ്ങനെയല്ല. നമുക്കിപ്പോൾ എവിടെ പോയാലും അതവിടെ ഇട്ടിട്ട് നമുക്ക് ഏത് പാതിരാക്കി വേണമെങ്കിലും തിരിച്ചു വരാം. ബസ്സിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല മഞ്ഞാണ്. ഇപ്പം നിങ്ങൾക്ക് അത് കറക്റ്റ് കാണിച്ചിട്ട് കണ്ടോ, സൈഡിൽ കണ്ടോ, ഫുള്ള് മഞ്ഞാണ്. ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. വീഡിയോയിൽ എത്രത്തോളം അത് നിങ്ങൾക്ക് എഫക്റ്റ് ആവുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ശ്വാസം എടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തണുത്ത കാറ്റായിരുന്നു, ഒരു കട്ടക്കാറ്റ് എന്നൊക്കെ പറയില്ല, കട്ട തണുത്ത കാറ്റ്. എന്താ പറയുക, നമുക്കിങ്ങനെ മുക്കിലേക്ക് വന്ന് അടിച്ച് കയറുന്ന തണുത്ത കാറ്റായിരുന്നു. എനിക്കങ്ങനെ ഒരുപാട് തണുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഫുള്ള് ശരീരം ഇങ്ങനെ തണുത്ത് വിറച്ച് ഫ്രീസറിൽ വെച്ച പോലെ ഇരിക്കും. ഈ അത്രമാത്രം തണുത്തിരിക്കും രാവിലെ ഇവിടുന്ന് നമ്മൾ തിരുവല്ല പോവുകയാണെങ്കിൽ. അതിനുശേഷം ഞാൻ ആഹാരം കഴിക്കാൻ വേണ്ടി കയറി. ഇവിടുന്ന് വീണ്ടും ചേട്ടൻ്റെ വീട്ടിലോട്ട് അടുത്ത ബസ് കയറി പോകണം. അപ്പോൾ ഇതൊരു വെജ് മാത്രം കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു. ഇവിടുത്തെ മസാല ദോശ വളരെ ടേസ്റ്റാണ്, കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും. വെജ് മാത്രം കിട്ടുന്നുണ്ട്. ഇവിടുത്തെ സാമ്പാറിനാണെങ്കിലും ചമ്മന്തിക്കാണെങ്കിലും ഒക്കെ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. അപ്പോൾ നമ്മളൊരു മസാല ദോശ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ ഒരു വടയും ഓർഡർ ചെയ്തു. അത് കഴിക്കാൻ പോവുകയാണ്. ഹലോ, ഹായ്, എല്ലാവർക്കും സുഖമാണോ? സോ നമ്മളിതാ ചേട്ടച്ചൻ്റെ വീട്ടിൽ രാവിലെ വന്നതാണ്. സോ എനിക്കൊരു കാഴ്ച കാണിച്ചു തരാം, ബാ. ഇവിടെ നിന്നാണ് ചേട്ടച്ചനും ചേച്ചിയമ്മയൊക്കെ വന്ന് അലക്കുന്നത്. ഈ ഒരു ആറ്റിൽ നിന്നാണ്. അലക്കല്ല് കണ്ടോ, അവർ അലക്കുന്ന കല്ലാണത്, കണ്ടോ? ഇതാണ് എൻ്റെ ചേട്ടച്ചൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഞാൻ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് പോവാണ്. എന്ത് രസമല്ലേ, നല്ല തണുത്ത കാറ്റ്. ഇവിടെ ഞാൻ വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ. എനിക്കിപ്പം പേഴ്സണലി വരാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഞാനൊരു ബോർഡിങ് പോലത്തെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം അതൊക്കെ കൊണ്ട് ഇവിടെ വരാൻ പറ്റുന്നില്ല. അവർക്ക് അങ്ങോട്ടും വരാൻ പറ്റുന്നില്ല. ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ വരേണ്ടി വന്നതാണ്. സോ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോവാറ്. ചേട്ടച്ചനും ചേച്ചിയമ്മയുടെയും കൂടെ നമസ്കരിക്കാനൊക്കെ ഇവിടെ അടുത്ത് തന്നെ പള്ളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല. മഴക്കാലമാകുമ്പോൾ വീട്ടിലൊക്കെ വെള്ളം കയറും. ഇപ്പോൾ അടിപൊളിയാണ്. പക്ഷെ മഴക്കാലമാകുന്ന സമയത്ത് വീടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറും. അതാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം. ഇത് അടിപൊളിയല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടെ? ഈ ടീഷർട്ട് എനിക്ക് ചേരുന്നുണ്ടോ? ഞാനിങ്ങനത്തെ ടീഷർട്ട് ഇടാറില്ല പൊതുവെ. ആദ്യമൊക്കെ ചേട്ടൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുമായിരുന്നു ഞാൻ.
എൻ്റെ വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമായിരുന്നു. അപ്പം ഇവിടെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഞാൻ വന്നതാണ്. അപ്പം മുമ്പൊക്കെ ആണെങ്കിൽ ഇത്താടെ വീട്ടിൽ പോകുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ കെട്ടി പൊതിഞ്ഞ് വീട്ടിൽ നിന്ന് എടുത്ത് ബസ്സിൽ കയറ്റി കൊണ്ടുവരുമായിരുന്നു. ഇപ്പം ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോഴും കുറച്ച് സാധനങ്ങളായിട്ട് ഞാൻ വന്നത്. സോ അവിടുന്ന് കുറേ സാധനങ്ങൾ അപ്പോൾ ഇവിടെ കൊണ്ടു കൊടുത്തു. മുമ്പാണെങ്കിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഇത്താടെ വീട്ടിൽ പോകുമ്പം നാട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കെട്ടി പൊതിഞ്ഞ് ചുമ്മി അത് വണ്ടിയിൽ ബസ്സിൽ കയറ്റി, വണ്ടികളൊന്നുമില്ല ഞങ്ങൾക്ക്, ബസ്സിൽ ചുമ്മി കയറ്റി തേങ്ങയും അതും ഇതും ചക്കയും മാങ്ങയൊക്കെ ചുമ്മി കയറ്റി എത്രയോ പ്രാവശ്യം എൻ്റെ ഇത്താടെ വീട്ടിൽ ഞാൻ പോകുമ്പം ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ ചേട്ടച്ചൻ്റെ ചേച്ചിയമ്മയുടെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വരും. ഇന്നിപ്പം ഞാനിവിടെ വന്നപ്പം ചേട്ടച്ചൻ തന്ന ടീഷർട്ടാണ് ഞാൻ ഇട്ടത്. എനിക്കൊരു പുതിയൊരു ടീഷർട്ടും അതുപോലെ അതിൻ്റെ അടിയിലിടുന്നൊരു ഇന്നറും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇന്നർ എന്ന് പറയുന്നത് നമ്മുടെ അടിയിലിടുന്ന ബനിയൻ, ഷർട്ടിൻ്റെ അടിയിലിടുന്ന ബനിയൻ ഉണ്ടല്ലോ, വൈറ്റ്, അതിനെന്താ നിങ്ങളോട് പറയുന്ന അറിയില്ല. അപ്പോൾ അതും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഷോർട്ട്സും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ടീഷർട്ട് അപ്പം തന്നെ ഇട്ട് കാണണമെന്ന് അവർക്ക് ആഗ്രഹം. അപ്പോൾ പിന്നെ നമ്മൾ വന്നപ്പോൾ ഇട്ട് ഷർട്ടൊക്കെ അഴിച്ച് അവിടെ നിന്ന് ഒന്ന് കുളിച്ചു ഈ ടീഷർട്ട് എടുത്തിട്ട്. മീൻ കിട്ടിയോ? കാണിച്ചേ അയ്യോ. പിന്നെ ചേട്ടൻ കുറച്ച് പൈസ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പണയം ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി അടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ ബാങ്കിലേക്ക് പോവാണ്. ബാങ്കിലേക്ക് പോയി ആ ഒരു പൈസയും അടച്ച് അതിൻ്റെ ബില്ലും റെസീറ്റൊക്കെ മേടിച്ച് ചേട്ടനെ ഏൽപ്പിച്ച് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഓരോ സമയം വന്ന് തിരിച്ചു പോകുമ്പോഴും നെഞ്ചിലൊരു വല്ലാത്ത വേദനയാണ്. കാരണം എനിക്ക് എന്തോ ഭയങ്കര ഒരു പെയിൻഫുള്ളാണ് എനിക്ക് എൻ്റെ സ്വന്തങ്ങളെ വിട്ടു പോകുമ്പോൾ. അപ്പം അന്നേരം ചേട്ടത്തിനെ ചേച്ചിയമ്മയും ഒന്ന് കാണാൻ വന്നിട്ട് തിരിച്ച് ഞാനൊന്ന് താമസിക്കുന്ന സ്ഥലത്തോട്ട് തന്നെ പോകുമ്പോൾ ഭയങ്കര ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു അനുഭവമാണ് എനിക്ക്. എല്ലാവർക്കും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. നമ്മൾ സ്വന്തങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കാണുമ്പോൾ നമ്മൾ അവരെ കണ്ട് അവരോട് സമയം ചിലവഴിച്ച് മതിയാവാതെ ചിലപ്പോൾ നമ്മൾ തിരിച്ചു പോകേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വേദനയുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ താമസിക്കുന്നിടത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് വന്നിട്ടുള്ള ചെറിയൊരു വിഷമത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം എനിക്ക് എൻ്റെ സ്വന്തങ്ങളെ വിട്ടു പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിരിക്കും. കുറച്ച് സമയത്തേക്ക് കുറച്ച് ആ ഒരു സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് അവരുമായിട്ട് ഭയങ്കരമുണ്ട്, അച്ഛനമ്മയായിട്ട്. സോ അത് കഴിഞ്ഞ് നമ്മൾ ആ റൂമിൽ വന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്ത്, നിസ്കാരമൊക്കെ കഴിഞ്ഞ് ലുഹർ നിസ്കരിക്കാൻ ഞാനിവിടെ എത്തി. ലുഹർ കലായിൽ 2-2:30 ആകുമ്പോൾ ഞാനിവിടെ എത്തി. ലുഹർ നിസ്കരിച്ച് ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കഴിച്ച് ഇനിയിപ്പോൾ കയറി കിടക്കാൻ പോവാണ്. കാരണം ഇന്ന് ലീവ് എടുത്തതാണ്. കുറച്ച് കാര്യങ്ങൾ, ബാങ്കിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അത് ചേട്ടച്ചൻ്റെ കുറച്ച് കാര്യങ്ങളാണ്, പണയം വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോയത്. അപ്പോൾ ഇന്നേ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്ന എല്ലാ മുത്തുമണീസും ലവ് യു, ടാറ്റാ, ബൈ.